ഹായ് ഓൾ, എല്ലാവരുടെയും ട്രേഡിംഗ് പഠനവും നന്നായിട്ട് മുമ്പോട്ട് പോകുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യലാണ്. ഇപ്പം എൻ്റെ ട്രേഡിംഗ് ജേണിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരു ടൂളാണ് ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് ടൂൾ. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇതിനെപ്പറ്റി നല്ലൊരു വീഡിയോ ചെയ്യാമെന്ന്. അപ്പം ഞാനിതെങ്ങനെ യൂസ് ചെയ്യുന്നുവെന്ന് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഏത് ടൂളും നമ്മൾ എത്ര നാൾ പ്രാക്ടീസ് ചെയ്യുന്നു അത്രയും തന്നെ ഐഡിയയും നോളജും നമുക്ക് ആ ടൂളിനെ പറ്റി ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഈ ടൂൾ ഒരിക്കലും നിങ്ങളുടെ ട്രേഡിംഗ് ജേണിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്നതല്ല, മറിച്ച് നിങ്ങൾ ഈ ടൂൾ യൂസ് ചെയ്ത് തുടങ്ങി ഒരുപാട് ബാക്ക് ടെസ്റ്റ്, ഫോർവേഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ട്രേഡിംഗ് ജേണിയിൽ വലിയ മാറ്റങ്ങൾ വരുമെന്ന് 100% എനിക്ക് ഉറപ്പാണ്. സോ ലെറ്റ്സ് നോട്ട് വേസ്റ്റ് അവർ ടൈം. നമുക്ക് നേരെ കണ്ടന്റിലേക്ക് കിടക്കാം. ടുഡേയ്സ് ടോപ്പിക് ഈസ് ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബിഫോർ ട്രേഡ് മലയാളം. സോ ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ്, അപ്പം ഇതിൻ്റെ തിയറി പാർട്ടിലേക്ക് നമുക്ക് അതായത് ഒരുപാട് കടക്കണമെന്നില്ല. നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ യൂസേജ് എന്താണെന്ന് മാത്രം അറിഞ്ഞാൽ മതിയാവും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ജസ്റ്റ് ഒന്ന് തിയറി പാർട്ട് നോക്കിയാൽ, ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ്സ് ആർ popular tools that traders can use to draw support lines, identify resistance levels, place stop loss orders and set target prices. അപ്പം ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് ടൂൾ ഉപയോഗിക്കുന്നത്, ഫിബ് ടൂൾ ഉപയോഗിക്കുന്നത് നമ്മൾ ഒരു ട്രേഡർ ഉപയോഗിക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ അവർക്ക് സപ്പോർട്ട് ലൈൻസ് ഐഡൻറ്റിഫൈ ചെയ്യാനും റെസിസ്റ്റൻസ് ഐഡൻറ്റിഫൈ ചെയ്യാനും അതേപോലെ എൻട്രി എടുത്തതിന് ശേഷം പെർഫെക്റ്റ് ഒരു സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യാനും ടാർഗറ്റുകൾ പ്ലേസ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. The key Fibonacci ratios are 32.8%, 50%, 61.8%. സോ ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റിന് 3 റേഷ്യോസ് ഉണ്ട്. 3 അല്ല, ആക്ച്വലി ഇതിന് കുറച്ചേറെ റേഷ്യോസ് ഉണ്ട്. പക്ഷേ ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നത് ഈ ഒരു 3 റേഷ്യോസ് ആണ്. അതാണ് ഈ 38.2%, 50% ആൻഡ് 61.8%. ഇവിടെ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാണ് ഒരു ഫിബൊനാച്ചി ടൂളിൻ്റെ ഒരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. അതായത് നമുക്കിവിടെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടാവും, ഇവിടെ ഒരു എൻഡ് പോയിന്റ് ഉണ്ടാവും. ഇതിൻ്റെ ഇടയിൽ നമുക്കൊരു 3 ലെവൽസ് ഉണ്ട്. സോ ഈ 3 ലെവൽസാണ് 38.2%, 50%, 61.8%. അപ്പം ഈ ഒരു ലെവൽസിൻ്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത് ഈ 38നും 50ക്കും ഇടയ്ക്കുള്ള ഈ ഒരു സോൺ ഉണ്ടല്ലോ, ഇതിനെയാണ് ഒരു ഗുഡ് സോൺ എന്ന് പറയുന്നത്. അതായത് ഇവിടെ വന്നിട്ട് ഇപ്പം താഴെ നിന്ന് മേളിലേക്ക് പോകുന്നൊരു മാർക്കറ്റിനെ നമ്മൾ ഈ ഒരു ഫിബ് ടൂൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഈ ലൈൻസ് വരയ്ക്കുകയാണെങ്കിൽ ഈ ഗുഡ് സോണിലേക്ക് വന്ന് ഇവിടുന്ന് മാർക്കറ്റ് മേളിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്, സപ്പോർട്ട് എടുത്തിട്ട് മേളിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ ഈ ഒരു ഗുഡ് സോണിൽ വന്നാൽ നമുക്ക് അത്യാവശ്യം നമുക്കൊരു എൻട്രീസ് ഇവിടെ കൺസിഡർ ചെയ്യാം. ഇനി അടുത്തത് എന്ന് പറയുന്നത് 50%നും 61.8%നും ഇടയിലുള്ള ഈ സോൺ എന്ന് പറയുന്നത് വിച്ച് ഈസ് ഗ്രേറ്റ് സോൺ. അതായത് ഇവിടെ വന്നാൽ നമുക്ക് നല്ലൊരു റിസ്ക് റിവാർഡ് ആയിരിക്കും ഇവിടെ കിട്ടാൻ പോകുന്നത്. കാര്യം ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഈ ഒരു 61.8ൻ്റെ താഴെ ആയിരിക്കും. അപ്പോൾ നമുക്ക് വളരെ ഡിസ്കൗണ്ട് പ്രൈസിലായിരിക്കും നമുക്കിത് കിട്ടുന്നത്. സോ ഡിസ്കൗണ്ട് പ്രൈസിൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, നമ്മൾ ഓപ്ഷൻ ബയ്യറാണ്. നമുക്കൊരിക്കലും നമ്മുടെ പ്രീമിയത്തിനെ ഒരിക്കലും ഒരു ഹൈ പ്രൈസിൽ പോയി ബൈ ചെയ്താൽ നമുക്കൊരു കാര്യം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് പ്രൈസാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. ഇവിടെ ഇപ്പോൾ നോക്കാനാണെങ്കിൽ ഈ 38% നമ്മളൊരു എൻട്രി എടുക്കുന്നതിലും ബെറ്ററാണ് 50ൽ എടുക്കുന്നത്. അതിലും എന്തുകൊണ്ട് ബെറ്റർ ആയിരിക്കും 61ൻ്റെ നിയറിൽ എടുക്കുന്നത്? കാര്യം നമുക്ക് അത്രയും റിസ്ക് അവിടെ കുറയുകയാണ് ചെയ്യുന്നത്. സോ ഈ 3 ലെവൽസാണ് വളരെ ഇമ്പോർട്ടൻ്റ് ലെവൽസും അതിൻ്റെ സോണുകളും. ഇനി നമുക്ക് 2 തരത്തിൽ ഫിബ് റിട്രേസ്മെൻറ്റ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ബുള്ളിഷ് ഫിബ് റിട്രേസ്മെൻറ്റ്. അപ്പോൾ എന്താണ് നമുക്ക് ബുള്ളിഷ് ഫിബ് റിട്രേസ്മെൻറ്റ് എന്ന് നോക്കാം. Bullish fib retracement is used to find potential retracement support after an extended move to find buying opportunity. സോ നമുക്ക് എപ്പോഴും കാണാൻ പറ്റും മാർക്കറ്റ് വളരെ ഡള്ളായിട്ട് നിൽക്കുന്ന ഒരു മാർക്കറ്റ് ആയിരിക്കും, പെട്ടെന്നൊരു സഡൻ മൂവ്മെൻറ്റ് അപ്സൈഡിലോട്ട് വരും. സോ ആ സമയങ്ങളിൽ നമുക്കൊരു ഫോമോ ഇൻഡ്യൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് എന്താ പറയുക, ഒരു വലിയ മൂവ്മെൻറ്റ് നമുക്ക് മിസ്സാകുകയാണ് എന്നൊക്കെ തോന്നി നമ്മൾ ഹൈയിലൊക്കെ പോയി എൻട്രി എടുക്കും. പക്ഷേ മാർക്കറ്റ് ജസ്റ്റ് ഒന്ന് മേളിലേക്ക് പോയിട്ട് അതേപോലെ തന്നെ തിരിച്ച് താഴേക്ക് ഒരു റീട്രേസ്മെൻറ്റ് വന്നാലും നമ്മുടെ സ്റ്റോപ്പ് ലോസ് അവിടെ അടിക്കും. എന്നിട്ട് ഈ റീട്രേസ്മെൻറ്റിന് ശേഷം മാർക്കറ്റ് തിരിച്ച് അപ്സൈഡിലോട്ട് പോവുകയും ചെയ്യും. സോ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എടുത്തതിന് ശേഷം മാർക്കറ്റ് അപ്സൈഡിലേക്ക് പോകാമെന്ന് പറയുന്ന പല സിറ്റുവേഷൻസ് ഉണ്ടല്ലോ, അവിടെയൊക്കെ നമുക്ക് സംഭവിക്കുക എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്കൗണ്ട് പ്രൈസിലല്ല എൻട്രി എടുത്തതും കൊണ്ടും പിന്നെ നമ്മൾ ഈ ഒരു ഫിബ് യൂസ് ചെയ്യാത്തതിൻ്റെയും കാര്യം കൊണ്ടാണ്. അപ്പം ഇതെന്ന് പറയുന്നത് പ്ലോട്ടിംഗ് ഫ്രം സ്വിംഗ് ലോ ടു സ്വിംഗ് ഹൈ. സോ ഒരു സ്വിംഗ് ലോയിൽ നിന്നും ഒരു സ്വിംഗ് ഹൈയിലേക്ക് വരയ്ക്കുമ്പോഴാണ് നമുക്കൊരു ബുള്ളിഷ് ഫിബ് റിട്രേസ്മെൻറ്റ് കിട്ടുക എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഒരു ബുള്ളിഷ് റിട്രേസ്മെൻറ്റ്, ഫിബ് റിട്രേസ്മെൻറ്റ്. അതായത് സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ സ്വിംഗ് ലോ ആയിരിക്കും, അതിൻ്റെ എൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ സ്വിംഗ് ഹൈ ആയിരിക്കും. സോ നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് സ്വിംഗ് ലോയിൽ നിന്നും സ്വിംഗ് ഹൈയിലേക്ക് വരയ്ക്കുമ്പോൾ തിരിച്ചിനി നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ഒരു റീട്രേസ്മെൻറ്റ് വരാൻ വേണ്ടിയാണ്. ആ റീട്രേസ്മെൻറ്റ് എവിടെ വരെ വരാം എന്നതാണ് ഈ ഫിബ് നമുക്ക് കാണിച്ചു തരുന്നത്. സോ ഇനി വരുന്ന നെക്സ്റ്റ് സപ്പോർട്ട് എവിടെയായിരിക്കും? അതായത് ഒന്നെങ്കിൽ 38% അല്ലെങ്കിൽ 50 അല്ലെങ്കിൽ 61. സോ ഇവിടെ എവിടെയെങ്കിലും വന്ന് സപ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് ഇവിടെ വന്നതിന് ശേഷം മാത്രം ഒരു എൻട്രി നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ബിയറിഷ് ഫിബ് റിട്രേസ്മെൻറ്റ് നോക്കാം.
ബിയറിഷ് ഫിബ് റീട്രേസ്മെൻറ്റ് ഇസ് യൂസ് ടു ഫൈൻഡ് പൊട്ടൻഷ്യൽ റീട്രേസ്മെൻറ്റ് റെസിസ്റ്റൻസ് ആഫ്റ്റർ ആൻ എക്സ്റ്റെൻഡഡ് മൂവ് ടു ഫൈൻഡ് സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റീസ്. സോ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇതാണ് ഒരു ബിയറിഷ് ഫിബ് റീട്രേസ്മെൻറ്റ്. സോ ഇവിടെ നമുക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് സ്വിംഗ് ഹൈ ആയിരിക്കും. ഇതാ ഇവിടെ കൊടുത്തേക്കുന്ന പോലെ പ്ലോട്ടിംഗ് ഫ്രം സ്വിംഗ് ഹൈ ടു സ്വിംഗ് ലോ. സോ ഈ സ്വിംഗ് ഹൈയിൽ നിന്നും നമ്മൾ ഈ സ്വിംഗ് ലോയിലേക്കൊരു ഫിബ് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഈ കിട്ടുന്ന 3 ലെവൽസ് ഉണ്ടല്ലോ, ഇത് നമുക്കൊരു റെസിസ്റ്റൻസ് ലെവൽസ് ആയിരിക്കും. ബുള്ളിഷിൽ എന്തായിരുന്നു, ഇതൊരു സപ്പോർട്ടായിരുന്നു. നമ്മൾ ഇവിടെ നിന്നും ഇവിടേക്ക് മാർക്കറ്റ് മൂവ് ചെയ്തതിന് ശേഷം സപ്പോർട്ട് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരച്ചുകൊണ്ടിരുന്നത്. ഇനി ബിയറിഷിനെന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് സംഭവിക്കുന്നത്, നമ്മൾ റെസിസ്റ്റൻസ് ആണ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വരയ്ക്കുന്നത്. സോ നമ്മൾ ഈ ഒരു സ്വിംഗ് ഹൈയിൽ നിന്നും സ്വിംഗ് ലോയിലേക്ക് വരയ്ക്കുന്നു. തിരിച്ച് ഇവിടെ വരെ മാർക്കറ്റ് എത്തിയിട്ട് നമ്മൾ ഇവിടെ നിന്നൊന്നും എൻട്രി എടുക്കുന്നില്ല. നമ്മൾ ഇനി ഒരു എൻട്രി പ്ലാൻ ചെയ്യുന്നത്, ഒരു ഡിസ്കൗണ്ട് പ്ലേസ് പ്ലാൻ ചെയ്യുക എന്ന് പറയുന്നത് ഈ ഒരു റെസിസ്റ്റൻസിൽ എവിടെയെങ്കിലും വന്നാൽ അവിടെ നിന്ന് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. സോ ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ നമുക്കിനി ഒരു ജസ്റ്റ് ഒരു ചാർട്ട് നോക്കിയാൽ ഇപ്പം ഇത് ഇങ്ങനെ ആയിരിക്കത്തില്ല ഒരിക്കലും മാർക്കറ്റ് സംഭവിക്കുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രം വരച്ചിട്ടുന്നേ ഉള്ളൂ. മാർക്കറ്റ് സംഭവിക്കുന്നത് നമുക്ക് ചാർട്ടിലേക്ക് പോയി ഐഡൻറ്റിഫൈ ചെയ്യാം. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇവിടെ ഒരു സ്വിംഗ് ലോ, ഒരു സ്വിംഗ് ഹൈ, ഒരു സ്വിംഗ് ലോ, ഒരു സ്വിംഗ് ഹൈ, ഒരു സ്വിംഗ് ലോ. അപ്പോൾ നമുക്ക് ഇതിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഓരോ തവണയും എങ്ങനെ ഫിബ് നമുക്ക് ഈ ഒരു ഇതിൽ പ്ലോട്ട് ചെയ്യാൻ നോക്കാം. ഇപ്പം ഈ ഒരു ഇത്രയും ഭാഗത്തെ ഒരു മൂവ്മെൻ്റ് ഉണ്ടല്ലോ, അതായത് ഈ ഒരു ലോയിൽ നിന്നും ഈ ഹൈയിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്തിട്ട് താഴേക്ക് വരുന്നു. നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ ഉപയോഗിക്കേണ്ട എന്താണ്, ബുള്ളിഷ് ഫിബാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഈ സപ്പോർട്ട് എടുത്ത ഏരിയ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ ഫിബ് ഉപയോഗിക്കുന്നത്. അതായത് ഈ ഒരു ജസ്റ്റ് ഭാഗം ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റി വരയ്ക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് മേളിലേക്ക് പോയിട്ടുണ്ട്. നമുക്ക് സ്വിംഗ് ലോയും സ്വിംഗ് ഹൈയും കിട്ടി. നമ്മൾ നമ്മുടെ ഫിബിൻ്റെ ടൂൾ എടുത്തിട്ട് ഈ സ്വിംഗ് ലോയിൽ നിന്നും ഈ സ്വിംഗ് ഹൈയിലേക്ക് വരയ്ക്കുമ്പോൾ നമുക്ക് ഇവിടെ 3 ലെവൽസ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യാം. ഈ 3 ലെവൽസിൽ വന്ന് മാർക്കറ്റ് തിരിയുന്ന സമയത്ത് നമുക്ക് ഇവിടാണ് നമ്മുടെ എൻട്രി പ്ലാൻ ചെയ്യുന്നത്. അപ്പം നമ്മുടെ സ്വിങ്ങിൻ്റെ ഒരു എൻട്രി ഇവിടെ കിട്ടിയിട്ടുണ്ടല്ലോ, ഫിബിൻ്റെ ഒരു എൻട്രി ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഈ മാർക്കറ്റ് ഇവിടുന്ന് മൂവ് ചെയ്ത് നമ്മളിവിടെ പ്രോഫിറ്റും ബുക്ക് ചെയ്തെന്നിരിക്കെ ഇനി അടുത്ത ഒരു സ്വിംഗ് ലോ, അതായത് ഒരു റീട്രേസ്മെൻറ്റ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അതാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ഈ മൂവ്മെൻറ്റില്ലേ, ഈ മൂവ്മെൻറ്റിന് ശേഷം വരുന്ന ഈ ഒരു റീട്രേസ്മെൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഫിബ് എവിടെ ആയിരിക്കും വരയ്ക്കുന്നത്, പിന്നെ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്കായിരിക്കും വരയ്ക്കുന്നത്. നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്കായിരിക്കും പിന്നെ വരയ്ക്കുന്നത്. ഇപ്പം നമ്മുടെ സ്വിങ്ങുകൾ ചേഞ്ച് ആയിട്ടുണ്ട്. അതായത് മുമ്പേ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ സ്വിംഗ് ലോ ഇവിടെയും സ്വിംഗ് ഹൈ ഇവിടെയായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു റീട്രേസ്മെൻറ്റ് കിട്ടി. അതിനുശേഷം മാർക്കറ്റ് മേളിലേക്ക് പോയെങ്കിൽ പുതിയ റീട്രേസ്മെൻറ്റ് നമ്മൾ ഇവിടെ ആയിരിക്കത്തില്ല സ്വിംഗ് ലോ വരയ്ക്കുന്നത്. തിരിച്ച് നമ്മുടെ സ്വിംഗ് ലോ പിന്നെ ഇതായിരിക്കും നമ്മുടെ സ്വിംഗ് ഹൈ. സോ സ്വിംഗ് ചേഞ്ച് ആവുന്നുണ്ട്. അപ്പം പലരും പറയുന്നുണ്ട് സ്വിംഗ് ലോയിൽ നിന്നും സ്വിംഗ് ഹൈയിലേക്ക് വരയ്ക്കണം, സ്വിംഗ് ഹൈയിൽ നിന്നും സ്വിംഗ് ലോയിലേക്ക് വരയ്ക്കണം. പക്ഷേ ഈ സ്വിംഗ് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഞാൻ ഫിബ് യൂസ് ചെയ്യാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ യൂട്യൂബിലും പല വീഡിയോസും കണ്ടിട്ടുണ്ട്. പക്ഷേ അവിടെ ഒന്നും എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, എക്സാക്റ്റ് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും സ്വിംഗ് ലോയും സ്വിംഗ് ഹൈയും ഏതാണെന്ന്. അപ്പം ഈ ഫിബിനകത്തെ ഗെയിം ഇരിക്കുക എന്ന് പറയുന്നത് സ്വിംഗ് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതിലാണ് ഗെയിം ഇരിക്കുന്നത്. സോ നമുക്ക് ഞാൻ എങ്ങനെയാണ് സ്വിംഗ് ഹൈ സ്വിംഗ് ലോ കണ്ടുപിടിക്കാൻ എന്താണ് ഉപയോഗിക്കുന്നതെന്നും നമുക്ക് ഈ വീഡിയോയിൽ കാണാം. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ പോസിറ്റീവ് ആസ്പെക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നെന്ന് പറയുന്നത് ക്യാൻ ഗെറ്റ് ദ ബെസ്റ്റ് RR ട്രേഡ്. സോ നമ്മൾ ഫിബ് ഉപയോഗിച്ചിട്ട് റീട്രേസ്മെൻറ്റിലാണ് എൻട്രി എടുക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രൈസ് എന്ന് പറയുന്നത് വളരെ ഡിസ്കൗണ്ട് പ്രൈസ് ആയിരിക്കും. സോ നമുക്ക് കിട്ടുന്ന റിസ്ക് റിവാർഡും വളരെ കൂടുതലായിരിക്കും. ചെറിയ സ്റ്റോപ്പ് ലോസിൽ നമുക്ക് കുറച്ചേറെ റിസ്ക് റിവാർഡ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തിരിക്കും. 1:2 ഒക്കെ മിനിമം നമുക്ക് എടുക്കാൻ സാധിക്കും. 1:3 ആയാലും ഓക്കെ. അതേപോലെ തന്നെ സെക്കൻഡ് എന്ന് പറയുന്നത് ക്യാൻ സ്കിപ്പ് ദ ഫേക്ക് സഡൻ മൂവ്. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്നൊരു മൂവ്മെൻറ്റ് മേളിലേക്ക് ഉണ്ടായി, നമ്മൾ ആ ഹൈയിൽ പോയി എൻട്രി എടുത്തെന്നിരിക്കെ മാർക്കറ്റ് താഴേക്ക് ഒരു റീട്രേസ്മെൻറ്റിന് വേണ്ടി വരുന്ന സമയത്ത് നമ്മുടെ SL ഹിറ്റ് ആവാറുണ്ട്. സോ നമ്മൾ ഫിബിന് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഹൈയിൽ പോയി മാർക്കറ്റിൽ എൻട്രി എടുക്കേണ്ട കാര്യമില്ല. സോ ആ ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു സഡൻ മൂവ് നമുക്ക് മാർക്കറ്റിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ഡിസ്കൗണ്ട് പ്രൈസ് മാറ്റേഴ്സ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഫിബിനകത്ത് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഫിബായിരിക്കും നമ്മുടെ ഏറ്റവും വലിയ ഡിസ്കൗണ്ട് പ്രൈസ്. അതിൽ കൂടുതൽ ഡിസ്കൗണ്ട് പ്രൈസ് ഇല്ല. ഫിബിനും താഴേക്ക് മാർക്കറ്റ് പോയി നമ്മുടെ SL അടിക്കുകയാണെങ്കിൽ നമുക്കവിടെ കിട്ടുന്ന SL വളരെ ചെറുതായിരിക്കും. മാത്രമല്ല അതൊരു ലോജിക്കൽ SL ആയിരിക്കും. കാര്യം അവിടുന്ന് ഇനി മാർക്കറ്റ് താഴേക്ക് തന്നെയാണ്, നമ്മുടെ ഡയറക്ഷൻ തെറ്റിപ്പോവാണ്. അല്ലാതെ നമുക്ക് ഫിബിൽ നിന്നും ഒരു SL എടുത്തിട്ട് നമ്മളെ കളിപ്പിച്ചിട്ട് മാർക്കറ്റ് മേളിലേക്ക് മോസ്റ്റ് പ്രോബബിളി പോകാൻ ചാൻസ് ഇല്ല. അപ്പോൾ അടുത്ത് നമുക്ക് നോക്കിയാൽ ഇതിൻ്റെ ഒരു നെഗറ്റീവ് ആസ്പെക്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഇത് ആക്ച്വലി നെഗറ്റീവ് എന്ന് നമുക്ക് നെഗറ്റീവായിട്ട് പറയാം. കാര്യം കാൺ പ്രെഡിക്റ്റ് ദ എക്സാക്റ്റ് റേഷ്യോ ഫ്രം വെയർ പ്രൈസ് ഗോട്ട് റീട്രേസ്ഡ്. സോ നമുക്ക് പറയാൻ പറ്റില്ല. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു നമുക്കിവിടെ ഇപ്പോൾ ഒരു ബുള്ളിഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ 3 ലെവൽസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് ടൈം റീട്രേസ്മെൻറ്റ് 38 വരുമോ, 50 വരെ വരുമോ, 61 വരെ വരുമോ എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് മാർക്കറ്റ് ഇവിടെ വന്ന് ഇവിടെ നടക്കുന്ന റിയാക്ഷൻ കണ്ടാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ മോസ്റ്റ് പ്രോബബിളി ടൈം ഞാൻ എപ്പോഴും 50ക്കും 61ൻ്റെ ഇടയിൽ, നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഈ ഒരു
ഈ ഒരു ഗ്രേറ്റ് സോൺ ഉണ്ടല്ലോ. സോ ഞാൻ എപ്പോഴും ഈ ഒരു ഗ്രേറ്റ് സോൺ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഗുഡ് സോണിൽ വന്നിട്ട് പോകുന്ന പല റീട്രേസ്മെൻറ്റുകളും എനിക്ക് മിസ്സാവാറുണ്ട്. പക്ഷേ ഞാൻ അതിൽ ഓക്കെയാണ്, മിസ്സായാലും എനിക്ക് കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ്. അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ ഓൾറെഡി 38ൽ വരുമ്പം അവിടെ നിന്ന് ചെറിയ റിജക്ഷൻ കാണുന്നവർക്ക് അപ്പം തന്നെ എടുക്കാം. പക്ഷേ നമ്മുടെ SL എന്ന് പറയുന്നത് എപ്പോഴും 61ൻ്റെ താഴെയായിരിക്കും. അപ്പം SLനെ കൺട്രോൾ ചെയ്തിട്ട് അതൊരു പോക്കറ്റ് സൈസ് ആണ് ആ SL എങ്കിൽ നമുക്ക് 38 തന്നെ എൻട്രി എടുത്ത് പോകാം. പക്ഷേ ഞാൻ ഒരിക്കലും അങ്ങനെ എടുക്കില്ല. ഞാൻ മാക്സിമം നോക്കും എനിക്ക് 50ലെങ്കിലും മിനിമം കിട്ടണം. 50ലെങ്കിലും കിട്ടിയാൽ മാത്രമേ ഞാൻ എൻട്രി പ്ലാൻ ചെയ്യാറുള്ളൂ മിക്കപ്പോഴും. സോ ഓഫ് കോഴ്സ് നമുക്കറിയാം മാർക്കറ്റ് ഒരിക്കലും ഒരു സ്ട്രെയിറ്റ് ലൈനിൽ മേളിലേക്ക് പോവില്ല. മാർക്കറ്റ് പോകാമെന്ന് പറയുന്നത് പല സ്വിങ്ങുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഇങ്ങനെയായിരിക്കും മാർക്കറ്റ് അൾട്ടിമേറ്റ്ലി അപ്സൈഡിലോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരുപാട് സ്വിങ് ഹൈയും സ്വിങ് ലോയും കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ എല്ലായിടത്തും പോയിട്ട് നമ്മൾ ഫിബ് വരച്ചാൽ നമുക്ക് എക്സാക്റ്റ് നമുക്കൊരു റിസൾട്ട് കിട്ടില്ല. സോ ആ റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ടുള്ളൊരു സ്വിങ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. അപ്പം സ്വിങ് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഞാൻ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആയിരിക്കും എപ്പോഴും ഉപയോഗിക്കുന്നത്. അതായത് ഇപ്പോൾ മാർക്കറ്റ് നേരെ അപ്സൈഡിലേക്ക് പോകുന്നു, തിരിച്ച് ഡൗൺ വരുന്നു, തിരിച്ച് വീണ്ടും അപ്സൈഡിലോട്ട് പോകുന്നു. ഇങ്ങനെ ആയിരിക്കും മാർക്കറ്റ് പോകുന്നതെങ്കിൽ ഇപ്പം നമുക്കിവിടെ പറയാൻ പറ്റുന്നതെന്ന് പറയുന്നത് ഇവിടെ ആയിരുന്നു മാർക്കറ്റിൻ്റെ ആദ്യം ഉണ്ടാക്കിയ ഒരു സ്വിങ് ഹൈ. അതിനെ നമുക്ക് തന്നെ ഇവിടെ ഒരു ബ്രേക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ബ്രേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ ബ്രേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ ഒരു ബ്രേക്കിൻ്റെ സമയത്ത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റുന്ന സ്വിങ് ലോ എന്ന് പറയുന്നത് ഇതായിരിക്കും. അതായത് ഈ ബ്രേക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ലോ പോയിൻറ്റും അതേപോലെ തന്നെ മാർക്കറ്റ് ഇവിടുന്ന് ഇനി താഴേക്ക് ഇങ്ങനെ വരികയാണെന്ന് വിചാരിച്ചു. സോ ഇവിടുന്ന് മാർക്കറ്റ് വരികയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും നമുക്ക് പുതിയൊരു സ്വിങ് ഹൈ എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതായത് ഒരു ബ്രേക്കിന് ശേഷം ഉണ്ടാകുന്ന ഒരു ലോയും ഒരു ഹൈയും. സോ നമുക്കിപ്പോൾ പറയാം ഇവിടെ ഒരു ലോ ഉണ്ടാക്കി. നിങ്ങളിനി അല്ലാതെ ചിന്തിച്ച് നോക്കുക, മാർക്കറ്റ് ഇവിടെ വന്നിട്ട് ഇങ്ങനൊരു ലോയും കൂടെ ഉണ്ടാക്കിയിട്ടാണ് മേളിലേക്ക് പോയതെന്ന് കൂടെ കരുതുക. അങ്ങനെ ആണെങ്കിൽ പോലും നമ്മുടെ സ്വിങ് ലോ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഇത് തന്നെ ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പം നമ്മൾ ഫിബ് വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ഇവിടേക്ക് വേണം ഫിബ് വരയ്ക്കാൻ. സോ നമ്മളിങ്ങനെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഫിബ് വരയ്ക്കുമ്പോൾ നമുക്ക് ഇവിടെ 3 ലെവൽസ് കിട്ടും. അതാണ് നമ്മുടെ 38%, 50%, 61%. സോ നമ്മൾ ഇനി വെയിറ്റ് ചെയ്യേണ്ടത് മാർക്കറ്റ് ഇവിടുന്ന് എവിടുന്നെങ്കിലും വന്ന് തിരിയാൻ വേണ്ടിയിട്ടാണ്. സോ ഈ ഏത് ലെവൽസിൽ നിന്ന് വേണമെങ്കിലും മാർക്കറ്റ് തിരിഞ്ഞ് അപ്സൈഡിലോട്ട് പോവാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും നമ്മുടെ എൻട്രി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ താഴേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ആയിരിക്കും നമ്മുടെ SL. നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഈ ഒരു ലോ പോയിൻ്റ് ഉണ്ടല്ലോ, അതായിരിക്കണം നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ്. സോ ഇതാണ് നമ്മൾ സ്വിങ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അത് ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടെ കാണിച്ചു തരാം. ഇപ്പോൾ മാർക്കറ്റ് ഇവിടെ നിന്ന് മേളിലേക്ക് വരുന്നു, അവിടെ നിന്ന് തിരിച്ച് താഴേക്ക് വരുന്നു, തിരിച്ച് വീണ്ടും മേളിലേക്ക് വരുന്നു, തിരിച്ച് വീണ്ടും താഴേക്ക് വരുന്നു, വീണ്ടും ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്യുന്നു, വീണ്ടും അപ്സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യും. ഇങ്ങനെയാണ് ഇരിക്കുകയെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇവിടെയാണ് മാർക്കറ്റ് ഉള്ളത്, അവിടുന്ന് മാർക്കറ്റ് താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിപ്പോഴും വേണ്ടത് നമുക്കൊരു ഡിസ്കൗണ്ട് പ്രൈസായ ഫിബ് റിട്രേസ്മെൻ്റ് ആണ്. സോ ഇവിടെ നമുക്ക് നോക്കാനായിട്ട് നമുക്കിപ്പോൾ പറയാൻ പറ്റുന്ന മാർക്കറ്റിൻ്റെ ഇതായിരുന്നു മാർക്കറ്റിൻ്റെ ഏറ്റവും വലിയ സ്വിങ് ഹൈ. കാര്യം ഇതൊരു സ്വിങ് ലോയാണ്. സോ നമുക്ക് ഈ ബ്രേക്കിനെ നമുക്ക് ഒരിക്കലും എടുക്കാൻ പറ്റില്ല. പകരം നമുക്ക് എടുക്കാൻ പറ്റുന്നത് ഇതാണ് മാർക്കറ്റിൽ എടുക്കാൻ പറ്റുന്ന സ്വിങ് ഹൈ. സോ ഇവിടെ നമുക്ക് ഒരു ബ്രേക്ക് ആയിട്ടുണ്ട്. ഒബ്വിയസ്ലി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയാണ് നമുക്ക് സ്വിങ് ലോ വന്നേക്കുന്നത്, അതേപോലെ ഇവിടെയാണ് സ്വിങ് ഹൈ വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ഫിബ് വരയ്ക്കുമ്പോൾ എങ്ങനെ വരയ്ക്കണം? ഇവിടെ നിന്ന് ഈ സ്വിങ് ലോ, ഈ ബ്രേക്ക് ആയിട്ടുള്ള സ്വിങ് ലോയുടെ താഴെ നിന്നും മേളിലേക്ക്. സോ നമുക്കിവിടെ 3 ലെവൽസ് കിട്ടുന്നു. നമ്മൾ വെയിറ്റ് ചെയ്യുന്നു മാർക്കറ്റ് വരാനായിട്ട്. അപ്പോൾ ഇതാണ് ഒരു ബുള്ളി സിനാറിയോ. ഇനി ഒരു ബിയറി സിനാറിയോ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇവിടുന്ന് ഇങ്ങനെ നമുക്കൊരു ബ്രേക്ക് കിട്ടി തിരിച്ച് വന്നുകൊണ്ടിരിക്കുന്നു. സോ ഇവിടെ നമുക്ക് നോക്കാം. നിങ്ങളിവിടെ ഒരു സ്വിങ് ലോ ഐഡൻറ്റിഫൈ ചെയ്യുക. നമുക്കിവിടെ ഒരു സ്വിങ് ലോ ഐഡൻറ്റിഫൈ ചെയ്തു, ഇവിടെ നമുക്കൊരു ബ്രേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇതിൻ്റെ സ്വിങ് ഹൈ എന്ന് പറയുന്നത് ഇതായിരിക്കും, സ്വിങ് ലോ എന്ന് പറയുന്നത് ഇതായിരിക്കും. അപ്പോൾ നമ്മളിനി ഫിബ് റിട്രേസ്മെൻറ്റ് വരയ്ക്കുന്നത് ഇവിടെ നിന്ന് ഇവിടേക്ക്. സോ ഇവിടെ നിന്ന് നമ്മളേക്ക് ഫിബ് വരയ്ക്കുമ്പോൾ നമുക്ക് 3 ലെവൽസ് ഇവിടെ കിട്ടും. ഈ 3 ലെവൽസിലേക്ക് മാർക്കറ്റ് ഒരു റീട്രേസ്മെൻറ്റ് എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യും, ഐദർ 50% അല്ലെങ്കിൽ 60%. സോ ഇവിടെ നമ്മുടെ എൻട്രി എന്ന് പറയുന്നത് എപ്പോഴും ഇവിടെ ആയിരിക്കും. ഇവിടെയാണ് നമ്മുടെ എൻട്രി വരുന്നത്. നമ്മുടെ SL എന്ന് പറയുന്നത് ഈ 61%-ൻ്റെ താഴെ ഒരു ക്യാൻഡിൽ ക്ലോസ്, അത് നമുക്കൊരു SL ആയിട്ടും എടുക്കാം. ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു എൻഡ് സ്വിങ് ഉണ്ടല്ലോ, അതിനെ നമുക്കൊരു ഫസ്റ്റ് ടാർഗറ്റായിട്ട് എടുക്കാം. സെക്കൻഡ് ടാർഗറ്റായിട്ട് എടുക്കുന്നവർക്ക് വീണ്ടും നമുക്ക് ഈ ഒരു മെഷർമെൻറ്റ് ഉണ്ടല്ലോ, ഈ 61% ടു ഇത്രയുള്ള ഈ 38% ടു ഈ ഒരു ഗ്യാപ്പിനെ വീണ്ടും ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നമുക്ക് വീണ്ടും ടാർഗറ്റുകൾ മാറ്റി വെച്ചുകൊണ്ടിരിക്കാം. സോ നമുക്കിനി ചാർട്ടിൽ പോയിട്ട് നമുക്ക് ഈ ഒരു സ്വിങ്ങും കാര്യങ്ങളുമൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നും പ്ലോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഞാനിതിപ്പോൾ 5 ഇയേഴ്സിൻ്റെ ചാർട്ടിലാണ് നിൽക്കുന്നത്. ഇവിടെ ഞാൻ നിങ്ങൾക്ക് ആദ്യം ഫിബിൻ്റെ ഒരു
ടൂൾ എടുക്കുന്ന കാണിച്ചിട്ട് അതാ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ഫിബ് റീട്രേസ്മെൻറ്റ്. സോ ഞാനത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരച്ചു. അപ്പം നിങ്ങൾ ഇപ്പം ഫസ്റ്റ് ടൈം എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ നേരത്തെ അറിയാവുന്നവർക്കൊക്കെയാണ്. ആദ്യമായിട്ട് കാണുന്ന ബിഗിനേഴ്സാണ്, നിങ്ങൾ ആദ്യമായിട്ട് എടുക്കുമ്പോൾ ഇതിൻ്റെ സെറ്റിങ്സ് ഇങ്ങനെ ആയിരിക്കത്തില്ല കിടക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ സെറ്റിങ്സ് എൻ്റെ ഇതിന് മാറ്റി വെച്ചേക്കാണ് ഇങ്ങനെ, അതായത് 38%, 61%, 0.5%. ഇത്രയും മാത്രമേ, ഈ 3 ലെവൽസ് മാത്രമേ എൻ്റെ ഉള്ളൂ. സോ അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ കാണുന്നത്. അപ്പോൾ ഇതെങ്ങനെ പ്ലോട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലായി. സോ നമുക്ക് ഇനി ചാർട്ടിൽ പോയിട്ട് നമുക്ക് ഫിബ് എവിടെയൊക്കെ എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യാൻ നോക്കാം. ഞാൻ ചെയ്യുന്നത് എന്തൊക്കെയാണെന്നും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഇതൊരു കഴിഞ്ഞുപോയ ചാർട്ടിൽ ആർക്കും എന്തും ചെയ്യാൻ പറ്റും എന്നുള്ള കമൻസുകൾ വരുമെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്കിത് കഴിഞ്ഞുപോയ ചാർട്ടിലേ കാണിച്ചു തരാൻ പറ്റുള്ളൂ. മാത്രമല്ല ഞാൻ കുറച്ച് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു പോരായ്മയെ മറികടക്കാനായിട്ട് സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അതുകൂടെ കാണിച്ചു തരാം നിങ്ങൾക്ക്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പം 10-ാം തീയതി മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്യുന്നു, നേരെ മേളിലേക്ക് പോയിട്ട് തിരിച്ച് താഴേക്കാണ് വന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പം ഇതാണ് നമ്മുടെ റീസെൻ്റ് ആയിട്ടുള്ളൊരു സ്വിങ് ഹൈ. അതിനെ നമുക്കിവിടെ ബ്രേക്ക് ആയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ബുള്ളിഷിൻ്റെ എൻട്രി അവിടെ എടുക്കാനായിട്ട് പറ്റുന്നില്ല. നമ്മൾ സ്റ്റിൽ ബിയറിഷ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ ഒരു സ്വിങ് ലോ ഉണ്ടായിരുന്നതിനെ മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ആയിട്ടുണ്ട്. സോ നമുക്കിപ്പോൾ എന്താ സംഭവിക്കുക, നമുക്കൊരു സ്വിങ് ഹൈ ഇവിടെ കിട്ടിയിട്ടുണ്ട്. സോ ഇത് നമുക്കൊരു സ്വിങ് ഹൈ കിട്ടിയിട്ടുണ്ട്. നമ്മളിനി ബിയറിഷിലേക്കാണ് നോക്കേണ്ടത്. അപ്പോൾ ബിയറിഷിലേക്ക് നോക്കുവാണെങ്കിൽ നമ്മൾ മാർക്കറ്റ് ഇവിടെ എത്തിയിട്ട് തിരിച്ച് വീണ്ടും മേളിലേക്ക് കയറി. അപ്പോൾ നമുക്കിവിടെ ഒരു സ്വിങ് ലോയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി ഫിബിൻ്റെ ടൂൾ എടുക്കും. ഇവിടുന്ന് ഈ ലോ വരെ വരയ്ക്കും. ഈ ലോ വരെ വരച്ച് ഞാൻ വെയിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് 38% തൊട്ട് നിയറാണ് വന്നിരിക്കുന്നത്. പക്ഷേ എനിക്ക് അവിടെ എൻട്രി ആക്ടിവേറ്റ് ആയിട്ടില്ല. സോ എനിക്ക് ഈ ഒരു മൂവ്മെൻറ്റിൻ്റെ എൻട്രി അവിടെ കിട്ടിയിട്ടില്ല. അതിനുശേഷവും ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. തിരിച്ച് മാർക്കറ്റ് താഴേക്ക് വന്നു. അതിനുശേഷം മാർക്കറ്റ് മേളിലേക്ക് കയറി ഒരു ഹൈ ഇപ്പോൾ ഇതിനേക്കാളും ചെറിയൊരു ലോ ആണ് ഇവിടെ വന്നേക്കുന്നത്. സോ പുതിയ സ്വിങ് ഹൈ എന്ന് പറയുന്നത് ഇവിടെയാണ്, അതായത് ഒരു ലോവർ ഹൈ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെയാണ് പുതിയ സ്വിങ് ഹൈ കിട്ടിയേക്കുന്നത്. അതിനുശേഷം മാർക്കറ്റ് താഴേക്ക് വരുന്നു. തിരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഹൈനെ മാർക്കറ്റ് അപ്പ് സൈഡിലോട്ട് ബ്രേക്ക് ആക്കി. അപ്പോൾ ഇവിടുന്ന് അപ്പ് സൈഡിലോട്ട് ബ്രേക്ക് ആയി. അപ്പം ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക, എനിക്കൊരു സ്വിങ് ഹൈ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എനിക്കിനി ബുള്ളിഷ് ആയിരിക്കും. ഇപ്പം ഞാൻ ആദ്യം ബിയറിഷ് നോക്കി, ഈ ബിയറിഷ് എനിക്ക് കിട്ടിയിട്ടില്ല. അതിനുശേഷം ബിയറിഷിന് വേണ്ടി വെയിറ്റ് ചെയ്തു, ബിയറിഷ് വന്നിട്ടില്ല. പകരം എന്താ സംഭവിക്കുന്നത്, എനിക്കൊരു ഹൈ ബ്രേക്ക് ആയ സമയത്ത് ഇനി എനിക്ക് ബുള്ളിഷ് ആണ് നോക്കേണ്ടത്. അപ്പം ഈ ഒരു മൂവ്മെൻറ്റ് ബ്രേക്ക് ആയ സമയത്ത് ഇതിൻ്റെ ലോ എന്ന് പറയുന്നത് സ്വിങ് ലോ ഇവിടെ ആയിരിക്കും. സോ എനിക്കൊരു സ്വിങ് ലോ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം മാർക്കറ്റ് അപ്പ് സൈഡിലേക്ക് വരുന്നു. ഇവിടെ എനിക്കൊരു ഹൈയും ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇവിടെയും ഞാനപ്പം ഫിബ് വെച്ചിട്ട് വെയിറ്റ് ചെയ്യാണ്. ഇവിടെ നിന്ന് ഇവിടെ വരെയും ഫിബ് വരച്ച് ഞാൻ വെയിറ്റ് ചെയ്തു. നോക്കിയാൽ എനിക്ക് ഇവിടെ എൻട്രി വന്നിട്ടില്ല. നമുക്കിവിടെ എൻട്രി വന്നിട്ടില്ല. അതിനുശേഷം മാർക്കറ്റ് അവിടെ നിന്ന് അപ്പ് സൈഡിലോട്ട് പോയിട്ട് നോക്കിയാൽ നമുക്ക് വീണ്ടും ഒരു സ്ട്രക്ചർ അവിടെ ബ്രേക്ക് ആയിട്ടുണ്ട്. ഇവിടെയായിരുന്നു നമ്മുടെ സ്വിങ് ലോ ഹൈ നേരത്തെ ഉണ്ടായിരുന്നത്. അതിന് ഇവിടെ ബ്രേക്ക് ആയിട്ട് പുതിയ ഹൈ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. സോ നമുക്ക് ഇപ്പം ഈ ഒരു ഹൈനെ മാറ്റി ഇവിടെ ആക്കാം നമ്മുടെ ഹൈ. അപ്പോൾ നമ്മുടെ ലോ സ്റ്റിൽ സെയിം അത് തന്നെയാണ്, പക്ഷേ നമ്മുടെ ഹൈ ഇവിടെയാണ് വന്നേക്കുന്നത്. അതിനുശേഷം മാർക്കറ്റ് താഴേക്ക് വരുന്നു. നമ്മുടെ ലോയും ബ്രേക്ക് ആയിട്ടുണ്ട്. ഇവിടെയായിരുന്നു നമ്മുടെ ലോ നേരത്തെ ഉണ്ടായിരുന്നത്, അതിനെ ഇവിടെ ബ്രേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ സംഭവിക്കുന്നത് എന്താണ്, നമുക്ക് ഈ ലോ ഇവിടുന്ന് ചേഞ്ചായി, നമുക്ക് ഈ ലോ ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ലോ ഇവിടെയാണ്, ഹൈ ഇവിടെയാണ്, ലോ ഇവിടെയാണ്. അപ്പം സ്വിങ് ഹൈ മാറുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഓരോരോ ഹൈയും ഓരോരോ ലോയും ബ്രേക്ക് ആവുന്ന അനുസരിച്ച് നമ്മുടെ സ്വിങ് ലോ നമ്മൾ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്വിങ് ലോ ചേഞ്ച് കണ്ടുപിടിക്കേണ്ട ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയേക്കുന്ന ഹൈ ഇവിടെയും ലോ ഇവിടെയും, മാർക്കറ്റ് ഇവിടുന്ന് തിരിഞ്ഞ് മേലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ഫിബ് വെച്ചിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് വീണ്ടും ഇവിടുന്ന് ഹൈയിൽ നിന്ന് നമുക്ക് ലോയിലേക്ക് ഫിബ് വരച്ചാൽ ഇവിടെ എനിക്കൊരു എൻട്രി ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ 0.5 എനിക്കൊരു എൻട്രി ഇവിടെ ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. സോ ഇവിടെ എൻ്റെ 0.5 എൻട്രി ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് ക്യാൻഡിൽ തന്നെ ഈ ഒരു മൂവ്മെൻറ്റോ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല പോയിൻറ്റ്സ് പ്രീമിയത്തിൽ കളക്ട് ആവുന്നൊരു മൂവ്മെൻറ്റോ ആണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്, നമുക്കിപ്പോൾ ഇവിടെ ഒരു ടാർഗറ്റ് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. സോ അത് നമുക്ക് കിട്ടിയെന്ന് തന്നെ കരുതാം. നമുക്ക് ഫിബ് ക്യാൻസൽ ചെയ്യാം. ഇനി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. ഒരു പ്രോസസ്സ് കണ്ടിന്യൂസ് നടക്കുന്നൊരു പ്രോസസ്സാണ് നമ്മളിപ്പോൾ ഇവിടെ നോക്കുന്നത്. സോ ഇനി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് അതിന് ശേഷം വീണ്ടും താഴേക്ക് വന്ന് വീണ്ടും പുതിയൊരു ലോ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതായത് പുതിയ ലോ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലോ ഇവിടുന്ന് നേരെ ഇവിടോട്ടായി. മനസ്സിലാവുന്നുണ്ടോ? ഹൈ അപ്പോഴും നമുക്ക് ഇവിടെ തന്നെ, ലോ മാത്രമാണ് നമുക്കിവിടെ മാറിയേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു ലോ ഇവിടെ മാറിയിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് വീണ്ടും ഫിബിൻ്റെ ടൂൾ എടുക്കാം. ഈ ഹൈയിൽ നിന്ന് ഈ ലോയിലേക്ക് വരച്ച് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും 60യുടെ മേളിൽ മാർക്കറ്റ് ഇതുവരെ ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇൻഫാക്റ്റ് അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടായ ക്യാൻഡിൽ എന്താണ്, നല്ലൊരു റിജക്ഷൻ ക്യാൻഡിലാണ് നമുക്കിവിടെ ഉണ്ടായിരിക്കുന്നത്. സോ നമുക്കിവിടെയും പറയാൻ പറ്റും, നമുക്ക് ഇവിടുന്ന് ഒരു ബുള്ളിഷ്, അതായത് ഇവിടുന്ന് ഒരു ട്രേഡ് എടുത്താൽ നമുക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ആണ് നമ്മുടെ
ഇതെന്ന് പറയുന്നത് SL എന്ന് പറയുന്നത്. പക്ഷേ ഇതിനെ നമ്മൾ ഒരിക്കലും ഒരു SL ആയിട്ട് നമ്മൾ ഇതിനെ കൂട്ടാൻ പറ്റില്ല. കാര്യം ഈ ക്യാൻഡിൽ ഒരു അട്ടർ ബിയറിഷ് ക്യാൻഡിലാണ്, ഒരു റിജക്ഷൻ ക്യാൻഡിലാണ്. അപ്പോൾ ഇതൊരു നമുക്ക് ഒരു ഒരു ഇൻവേർട്ടഡ് പിൻബാർ ക്യാൻഡിലാണ് വന്നിരിക്കുന്നത്. സോ നമുക്ക് ഇവിടുന്ന് ഒരിക്കലും അവിടുന്ന് ഒരു എൻട്രി എടുക്കാം, പക്ഷേ നമുക്ക് അവിടെ ഒരു SL എന്നൊക്കെ അവിടെ കൊടുക്കാൻ പറ്റില്ല. അപ്പം അതിനുശേഷം മാർക്കറ്റ് എന്താ സംഭവിക്കുക, ഇനി ഈ മാർക്കറ്റിൽ ഇവിടെ ഒരു സ്ട്രക്ചർ ചേഞ്ച് വീണ്ടും ഉണ്ടായിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇവിടെ കാണാം മാർക്കറ്റ് ഇവിടുന്ന് ഒരു സ്ട്രക്ചർ ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഹൈ എന്തായി, നമ്മുടെ ഹൈ തിരിച്ച് നേരെ ഇവിടേക്ക് വരുന്നു. അപ്പോൾ നമ്മുടെ ലോ ഇവിടെ തന്നെയാണ്, ഹൈ ഇവിടെ തന്നെയാണ്. ഇനി മാർക്കറ്റ് മൂവ് ചെയ്യുകയാണ്, നമ്മൾ വീണ്ടും ഫിബ് എടുക്കുന്നു, ലോ ഹൈയിൽ നിന്ന് ലോയിലേക്ക് വരയ്ക്കുന്നു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 61% മേളിലേക്ക് മാർക്കറ്റിന് പോകാൻ സാധിച്ചിട്ടില്ല. അവിടെ നിന്നെല്ലാം നമുക്ക് റിജക്ഷനാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോ ഇവിടെ നിന്നെല്ലാം നമുക്കൊരു ബിയറിഷ് ട്രേഡ് തന്നെ ഫൈൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടുന്ന് ഒരിക്കലും ഒരു ബുള്ളിഷ് ട്രേഡ് നമ്മൾ എടുക്കേണ്ട കാര്യമില്ല ശരിക്കും പറഞ്ഞാൽ. കാര്യം മാർക്കറ്റ് നമുക്ക് ബുള്ളിഷ് ആണെന്ന് കാണിച്ചിട്ടില്ല. ബുള്ളിഷ് ആവണമെങ്കിൽ എന്താണ്, ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്കിനി ബുള്ളിഷിൻ്റെ ഒരു എൻട്രി ഫൈൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ എല്ലാം മാർക്കറ്റ് കാണിച്ചിരിക്കുന്നത് ബിയറിഷ് ട്രേഡാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 1:1 കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഈ ഒരു മൂവ്മെൻ്റ് ഉണ്ടല്ലോ, ഏതാണ്ട് ഈ ഒരു 38%-നും ഈ 1%-ൻ്റെ ഇടയിലുള്ള ഒരു ഗ്യാപ്പ്, ഈ ഗ്യാപ്പ് തന്നെ നമ്മൾ ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നു. ഇപ്പം 33 അതായത് 66. നമുക്ക് വീണ്ടും എന്താ കിട്ടിയിട്ടുള്ളത്, ടാർഗറ്റ് 2 ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും 90, നമുക്കിവിടെ ടാർഗറ്റ് 3 വരെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഫിബ് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യാന്ന് പറയുന്നത് സ്വിങ് ഹൈ സ്വിങ് ലോ ബ്രേക്ക് ചെയ്യുന്നതനുസരിച്ച് മാത്രം നമ്മുടെ എൻട്രീസ് പ്ലാൻ ചെയ്യുക. അതായത് ഹൈയിലേക്ക് പോകണോ, ബുള്ളിഷിലേക്ക് പോകണോ, ബിയറിഷിലേക്ക് പോകണോ എന്ന് സ്വിങ്ങിൻ്റെ ഇത് വെച്ചിട്ട് മാത്രം നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സ് ഒന്നും അല്ല ശരിക്കും പറഞ്ഞാൽ ഫിബ്. ഇത് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ദിവസത്തെ ഫിബ് വെച്ചിട്ടുള്ള മൂവ്മെൻറ്റുകൾ കാണിച്ചു എന്നേ ഉള്ളൂ. പക്ഷേ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സ് അല്ല. നമ്മൾ സ്വിങ് ഹൈയും സ്വിങ് ലോയും ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഫിബ് എടുത്ത് നമുക്കൊരു എൻട്രി കണ്ടുപിടിക്കണം. ഇപ്പോൾ നിങ്ങൾക്കൊരു ബുള്ളിഷ് ട്രേഡ് എടുക്കണം, നിങ്ങൾക്കൊരു ബുള്ളിഷ് എൻട്രി ഫൈൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ സ്വിങ്ങുകൾ കണ്ടുപിടിച്ചിട്ട് ഫിബ് ഉപയോഗിച്ചിട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് 9-ാം തീയതിയിലേക്ക് നോക്കാം. 9-ാം തീയതി ആക്ച്വലി ഈ ഫിബ് ഉപയോഗിച്ചിട്ട് ഞാനൊരു ട്രേഡ് എടുത്തിരുന്നു. ഞാനത് ടെലഗ്രാം ഗ്രൂപ്പിലും അപ്ഡേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതിന് വേറൊരു റീസണുണ്ട്, ഞാനത് പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഇവിടെ നോക്കുകയാണെങ്കിൽ 9-ാം തീയതി മാർക്കറ്റ് ഇവിടുന്ന് നേരെ അപ്സൈഡിലേക്ക് നല്ല മൂവ്മെൻറ്റ് നടത്തുമായിരുന്നു. ആ അപ്സൈഡിലേക്ക് നടത്തിയതിന് ശേഷം മാർക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ 2 സ്വിങ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു റീസെൻറ്റ് സ്വിങ് ഉണ്ടല്ലോ, ഈ റീസെൻറ്റ് സ്വിങ്ങിനെ 8-ാം തീയതി ഉണ്ടാക്കിയ ഈ റീസെൻറ്റ് സ്വിങ്ങിനെ 9-ാം തീയതി ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ മാർക്കറ്റ് ബ്രേക്ക് ആക്കി. അപ്പോൾ താഴേക്ക് ബ്രേക്ക് ആയ സമയത്ത് ഞാൻ ഇനി ബുള്ളിഷ് ട്രേഡ് അല്ല എടുക്കുന്നത്, ഞാൻ ഇനി ഇപ്പോൾ എന്താ ചെയ്യുന്നത്, ഞാൻ ബിയറിഷ് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സ്വിങ് ഹൈ എന്ന് പറയുന്നത് ഇതാണ് ആണല്ലോ. നമുക്കിവിടെ ബ്രേക്ക് ആയതിന് ശേഷമുള്ള ഹൈ എന്ന് പറയുന്നത് ഇവിടെയാണ്. അതിന് ശേഷമുള്ള ലോ എന്ന് പറയുമ്പോൾ എവിടെയാണ്, ഇവിടെയാണ് ലോ. ഇതാണ് ലോ പോയിൻറ്റ്. സോ ഞാൻ ഇവിടെ നിന്നെല്ലാം വെയിറ്റാണ്. ഈ ഒരു താഴേക്കുള്ള വലിയ മൂവ്മെൻറ്റ് കണ്ടിട്ട് ഞാൻ എൻട്രി എടുക്കുന്നില്ല, ഞാൻ വെയിറ്റ് ചെയ്യാണ്. എനിക്കൊരു റീട്രേസ്മെൻറ്റ് വേണം. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഫിബിൻ്റെ ടൂൾ എടുത്തിട്ട് ഈ ഹൈയിൽ നിന്ന് ഈ ലോയിലേക്ക് ഞാൻ ടൂൾ വരച്ചു. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എക്സാക്ട്ലി ഇവിടെ നമുക്ക് 0.5 തന്നെ റിജക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ബിയറിഷ് ട്രേഡ് എടുക്കാൻ നിൽക്കുന്ന ആളാണെങ്കിൽ നമ്മുടെ എൻട്രി എവിടെയായിരിക്കും എടുക്കേണ്ടത്, നമ്മൾ എക്സാക്ട്ലി ഇവിടെ ആയിരിക്കും നമ്മുടെ എൻട്രി എടുക്കേണ്ടത്. കാണുന്നുണ്ടല്ലോ, SL പ്ലേസ് ചെയ്യുക എന്ന് പറയുമ്പോൾ 61%-ൻ്റെ മേളിലൊരു ക്യാൻഡിൽ ക്ലോസ് ആണ് SL. ജസ്റ്റ് വിക്ക് പോയിട്ട് വന്നു എന്നും പറഞ്ഞ് നമ്മൾ എക്സിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ക്യാൻഡിൽ ക്ലോസ് ആണ് നമ്മുടെ ആ ഒരു വ്യൂ തെറ്റാനായിട്ട് മെയിൻ കാരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ക്യാൻഡിൽ ക്ലോസിന് വെയിറ്റ് ചെയ്യുന്നു. ഫസ്റ്റ് ടാർഗറ്റ് എപ്പോഴും നമ്മുടെ ഈ ഒരു ഇതായിരിക്കും, 50%, 57 പോയിൻ്റ് ആയിരിക്കും. അതിനുശേഷം നമുക്ക് ഈ ഒരു ഗ്യാപ്പ് തന്നെ ഒരു ടാർഗറ്റായിട്ട് എടുക്കാം. മാർക്കറ്റ് അത്യാവശ്യം നോക്കിക്കഴിഞ്ഞാൽ ഒരു 115 പോയിൻറ്റോളം മാർക്കറ്റ് മൂവ് ആയിട്ടുണ്ട്. അപ്പം ഈ ഒരു എൻട്രി വളരെ ഈസി ആയിട്ട് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ലൈവ് മാർക്കറ്റിൽ ഞാനത് ഫൈൻഡ് ചെയ്തിരുന്നു, ഞാനത് ഗ്രൂപ്പിൽ അപ്ഡേറ്റും ചെയ്തതാണ്. അതിൻ്റെ കൂടെ തന്നെ മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാം. ഇപ്പം ഫിബ് എന്ന് പറയുന്ന ലെവൽ, ആ ലെവലിൻ്റെ കൂടെ മറ്റെന്തെങ്കിലും കോംബോ ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് ആക്യുറസി വളരെ വലുതായിരിക്കും. അതായത് ഇപ്പം ഫിബിൻ്റെ കൂടെ തന്നെ കീ ലെവൽസ്, നമ്മൾ ഡെയിലി പ്രൊവൈഡ് ചെയ്യുന്ന കീ ലെവൽസ് ഉണ്ടല്ലോ, കീ ലെവൽസ് ഫിബിൻ്റെ കൂടെ തന്നെ ഈ 0.5-ൻ്റെ കൂടെ തന്നെ നമുക്ക് കീ ലെവൽസും വരികയാണെങ്കിൽ നമുക്ക് അതിനൊരു ആക്യുറസി ഭയങ്കര കൂടുതൽ, പ്രോബിലിറ്റി അവിടെ കൂടും. അതേപോലെ തന്നെയാണ് 200 EMA. 200 EMA വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഫിബിൻ്റെ കൂടെ നമുക്ക് 200 EMAയും കൂടെ വരികയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ചാൻസസ് വളരെ ഹൈ ആണെന്ന്. ഇപ്പോൾ നമ്മൾ അന്നത്തെ ദിവസം നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ 200 EMA ഇവിടെ ഉണ്ട്. ആക്ച്വലി ഇതിപ്പം മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടാണ് ആ സമയത്ത് ഇപ്പോൾ 200 EMA കുറച്ച് താഴേക്ക് വരുന്നത്. നിങ്ങൾക്കറിയാം മാർക്കറ്റിൻ്റെ ക്യാൻഡിൽസ് വരുന്ന അനുസരിച്ച് EMA താഴ്ത്തതായിട്ട് വരും. പക്ഷേ അന്നത്തെ ദിവസം എക്സാക്റ്റ് ഇവിടെ ആയിരുന്നു 200 EMA. ഞാനത് സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഇതാണ് 9-ാം തീയതി, ഇതൊരു ലൈവ് മാർക്കറ്റിൽ ഞാൻ സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചതാണ്. ഇവിടെയാണ് ഞാൻ എൻട്രി എടുത്തത്. ഞാനിത് ഗ്രൂപ്പിലും അപ്ഡേറ്റ് ചെയ്തിരുന്നു. സോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എക്സാക്റ്റ് എൻട്രിയാണ്. നമ്മുടെ സ്വിങ് ഹൈ ഇവിടെ, സ്വിങ് ലോ ഇവിടെ,
നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. ഫിബ് ലെവൽ 0.5 തന്നെ നമുക്ക് 200 EMA വന്നിട്ടുണ്ട്. സോ നമുക്കവിടെ കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്. മാർക്കറ്റ് അവിടെ നിന്ന് റിവേഴ്സ് ആവാനുള്ള ചാൻസ് ഉണ്ടെന്നും നമുക്ക് മാർക്കറ്റിൽ ഷോർട്ട് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ടും കൂടെ നമുക്ക് നോക്കാം. ആ ദിവസം തന്നെയാണ് അന്ന് മാർക്കറ്റ് ഇവിടുന്ന് താഴേക്ക് വന്ന് നമ്മുടെ ഹൈ എല്ലാം ലോ എല്ലാം ബ്രേക്ക് ചെയ്ത് നമുക്ക് ഇവിടെ ഒരു ടാർഗറ്റും തന്നിട്ടുണ്ട്. സോ ലൈവ് മാർക്കറ്റിൽ നമുക്കത് ഈസി ആയിട്ട് നമുക്ക് ഫിബ് ഉപയോഗിച്ചാൽ നമുക്ക് എൻട്രികൾ കണ്ടുപിടി ചെയ്യാൻ പറ്റും. ഞാനിപ്പം നോക്കുകയാണെങ്കിൽ എന്നെ അറിയാവുന്ന ആൾക്കാർക്ക് ഇപ്പം ചാനൽ കാണുന്ന കുറേ പേര് എൻ്റെ കൂടെ നേരത്തെ വർഷങ്ങളായിട്ട് ട്രേഡ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാം, ഞാൻ എപ്പം അപ്ഡേറ്റ്സ് ഇട്ടാലും ഫിബിൻ്റെ ഒരു എൻട്രി അവിടെ ഉണ്ടാവും. എപ്പോഴും ഒരു ഫിബിൻ്റെ ഒരു കാര്യം ഞാൻ എപ്പോഴും പറയുന്നുണ്ടാവും. സോ ഞാനിത് ഗ്രൂപ്പിലും ഷെയർ ചെയ്യുന്നുണ്ട്, അതായത് ഫിബിൻ്റെ. അപ്പോൾ ഈ ഒരു യൂസേജ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. നമുക്ക് വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ആയതുകൊണ്ട് മാത്രമല്ല, ഇതൊരു ലീഡിങ് ഇൻഡിക്കേറ്റർ തന്നെയാണ്. ഇൻഡിക്കേറ്റർ എന്ന് പറയുമ്പോൾ ഇതൊരു ലീഡിങ് ടൂളാണ്. കഴിഞ്ഞു പോയ ഒരു അല്ലെങ്കിൽ ഒരു മൂവ്മെൻറ്റ് കഴിഞ്ഞു പോയതിന് ശേഷമല്ല നമുക്കിത് കാണിക്കുന്നത്. നമ്മൾ ആദ്യമേ പ്ലോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം മാർക്കറ്റ് നമ്മുടെ ലെവലിൽ വരാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ് ഫിബ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിനെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ യൂസ്ഫുള്ളായിട്ട് നമുക്കിതിനെ ഉപയോഗിക്കാൻ സാധിക്കും. ഇപ്പം നമുക്ക് അടുത്തൊരു ദിവസം നോക്കാം, വെറുതെ 8-ാം തീയതി എന്ന് പറയുന്ന ദിവസം കൂടെ നോക്കാം. അതേ സെയിം ഞാൻ 9-ാം തീയതി എന്താണോ ചെയ്തത് ആ സെയിം കാര്യമാണ് ഞാൻ 8-ാം തീയതിയും ചെയ്തിരിക്കുന്നത്. അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 7-ാം തീയതി നമുക്ക് ഒരു സ്വിംഗ് ലോ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അത് നമുക്കിവിടെ ബ്രേക്ക് ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു സ്വിംഗ് ഹൈ ആയിട്ടുണ്ട്. ഈ ബ്രേക്ക് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ലോ പോയിൻ്റ് എന്ന് പറഞ്ഞത് ഇവിടെയായിരുന്നു. ഇവിടെ നമുക്കൊരു ലോയും കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഫിബിൻ്റെ ടൂൾ എടുക്കുന്നു, ഈ ഹൈയിൽ നിന്നും ഈ ലോയിലേക്ക് നമ്മൾ വരയ്ക്കുന്നു. കണ്ടില്ലേ? ഈ ഹൈയിൽ നിന്ന് ഡൗട്ടൊന്നുമില്ലല്ലോ, ഈ ഹൈയിൽ നിന്നും നമ്മൾ ഈ ലോയിലേക്ക് വരയ്ക്കുന്നു. നമുക്ക് എക്സാക്റ്റ് ഇവിടെയാണ് റീട്രേസ്മെൻറ്റ് കിട്ടിയിരിക്കുന്നത് 0.5%. നമ്മുടെ SL ഇവിടെ ആയിരിക്കും. നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ഈസി ആയിട്ട് ഇവിടെ അച്ചീവ് ആയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഒരു യൂസ് ഞാൻ പെട്ടെന്ന് തന്നെ നമുക്ക് നെക്സ്റ്റ് ഇത് കിട്ടുകയും ചെയ്യും. അതായത് ഫസ്റ്റ് ടാർഗറ്റ് നമുക്ക് വളരെ പെട്ടെന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ് ഇതൊരു വലിയ റെഡ് ക്യാൻഡിലാണ്. ആക്ച്വലി ഈ കളർ ബ്ലാക്ക് ആണ്, പക്ഷേ അതൊരു റെഡ് ക്യാൻഡിലാണ്. അപ്പോൾ ഈ ഒരു റെഡ് ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ നല്ല മൊമെൻ്റ് ഉള്ള ക്യാൻഡിലാണ്. അപ്പോൾ ഈ മൊമെൻ്റ് ഉള്ള ക്യാൻഡിലിൻ്റെ സമയത്ത് എന്താണെന്ന് വെച്ചാൽ നല്ല രീതിക്ക് പുട്ടിൽ നല്ല രീതിക്കൊരു സ്പൈക്ക് നമുക്ക് കിട്ടും. സോ നമുക്കിതെല്ലാം ഇവിടെ ക്യാപ്ചർ ചെയ്യാൻ സാധിക്കും. അതിനുശേഷം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ലോ ഇങ്ങോട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. അതായത് ലോ ഇവിടേക്ക് ചേഞ്ച് ആയിട്ടുണ്ട്, പക്ഷേ ഹൈ സ്റ്റിൽ അത് തന്നെയാണ്. അപ്പം നമ്മൾ ഇനി ഫിബിൽ നമ്മൾ അടുത്തൊരു ഫിബ് നമ്മൾ അത് തന്നെയാണ് വരച്ച് വെയിറ്റ് ചെയ്യുന്നത്. നമ്മൾ അടുത്ത ഫിബ് വരച്ചാലും നമുക്ക് 0.5 തന്നെയാണ് എൻട്രി കിട്ടുന്നത്. ഈ ഒരു ഗുഡ് സോണിൽ നിന്ന് തന്നെയാണ് മാർക്കറ്റ് വീണ്ടും താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ അവിടെ നിന്ന് ഒരു ബുള്ളിഷ് ട്രേഡ് ആ ദിവസം കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഇത് വെച്ച് എൻട്രീസ് എടുക്കണ്ട എങ്കിൽ കൂടിയും നിങ്ങൾക്ക് മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ ഈ ഒരു ഫിബ് ഉപയോഗിച്ചിട്ട് നമുക്ക് നോക്കാൻ പറ്റും. അപ്പം ഇതാണ് ഫിബിൻ്റെ യൂസ് എന്ന് പറയുന്നത്. വളരെ യൂസ്ഫുള്ളാണ്. ഞാനിത് ആക്ച്വലി യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ട് കുറേ ഏറെ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ എനിക്ക് ഏകദേശം മനസ്സിലായി. ഇപ്പം ഒരു എക്സാമ്പിളോടെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തരാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റ് വീണ്ടും താഴേക്ക് വരുന്നു. ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ആയിട്ടുണ്ട്, വീണ്ടും അതിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ബ്രേക്ക് വന്നിട്ടുണ്ട് ഉണ്ടല്ലോ, നമുക്കിവിടെ ഒരു ബ്രേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി സ്വിംഗ് ഹൈ മാറിയില്ലേ? ഇപ്പോഴാണ് നമുക്ക് ഇവിടുന്ന് ഹൈ മാറിയിട്ട് ഇവിടെ വന്നേക്കുന്നത്. നമുക്ക് ലോ എന്തായി? ഇവിടുന്ന് മാറിയിട്ട് ഈ ലോ ആയിട്ടുണ്ട്. നമ്മൾ ഫിബ് എടുക്കുന്നു, ഈ ലോയിലേക്ക് വരയ്ക്കുന്നു. ഇവിടെ നമുക്ക് 0.3 എൻട്രി അവിടെ വന്നിട്ടുണ്ട്. പോയിൻ്റ് ആക്ച്വലി അവിടെ വന്നിട്ടില്ല. കാര്യം എന്താണെന്നറിയോ? ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഇവിടെ വരച്ചിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ മാർക്കറ്റ് ഇവിടെ എത്തിയിട്ടില്ല. അതിനുശേഷം നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ ഒരു ബ്രേക്ക് വന്നിട്ടുണ്ട്. സോ ഈ ഒരു ലോ ഇവിടെ വീണ്ടും ബ്രേക്ക് ആയപ്പോൾ നമുക്ക് എന്തായി സംഭവിക്കുന്നത്? പുതിയ ലോ ഇവിടാണ് വന്നേക്കുന്നത്. സ്വിംഗ് ഹൈ ഇത് തന്നെയാണ്. കാര്യം ഇതിൻ്റെ മേളിലേക്ക് വരാത്തതുകൊണ്ട് ഇത് നമുക്ക് സ്വിംഗ് ഹൈ ഇത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇനിയും ഇവിടെ എത്തിയിട്ട് ഇവിടെ നിൽക്കുകയാണ് മാർക്കറ്റ്, ഇതിനെ ബ്രേക്ക് ചെയ്ത്. അപ്പോൾ നമുക്ക് ഇതൊരു ലോ ആയിട്ട് എടുക്കാവേ. അതിനുശേഷം നമ്മൾ വീണ്ടും ഫിബ് എടുക്കുന്നു, ഈ ലോയിലേക്ക് വരച്ച് വെയിറ്റ് ചെയ്യുന്നു. വീണ്ടും നമുക്കിതൊരു പെർഫെക്റ്റ് റീട്രേസ്മെൻ്റ് ആണ്. അവിടുന്ന് തന്നെ മാർക്കറ്റ് താഴേക്ക് പോയിട്ടുമുണ്ട്. അപ്പം ഇങ്ങനെയാണ് മാർക്കറ്റിൽ നമ്മൾ സ്വിംഗ് ഹൈയും സ്വിംഗ് ലോയും ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതും ഫിബ് വെച്ചിട്ട് നമ്മൾ എൻട്രി എടുക്കേണ്ടത്. അപ്പം നിങ്ങളിത് അത്യാവശ്യം ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾ മാർക്കറ്റിൽ ഈ ഒരു സ്ട്രക്ചർ ബ്രേക്ക് ഉണ്ടല്ലോ, ഈ ഒരു സ്ട്രക്ചർ ബ്രേക്ക് മാത്രം നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. എന്നാൽ മാത്രമേ സ്വിംഗ് ഹൈ സ്വിംഗ് ലോ നിങ്ങൾക്ക് കിട്ടുന്നത്. ഇവിടെ നമുക്ക് ഇങ്ങനെ ആയിരിക്കും മാർക്കറ്റ് എപ്പോഴും മൂവ് ചെയ്യുന്നത്.
ഭയങ്കര കൺഫ്യൂഷനിലായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. സോ ഇവിടെ എവിടെയൊക്കെയാണ് സ്വിങ് ഹൈ സ്വിങ് ലോ ഉള്ളതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, നോക്കുക, ഒരുപാട് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി എനിക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ടെലഗ്രാമിലൊക്കെ അത്യാവശ്യം വരുന്ന റിപ്ലൈസിനെല്ലാം ഞാൻ കൊടുക്കാറുണ്ട് മറുപടി, ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ മറുപടി കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് ഷുവറാണ്. കാര്യം ഇതിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാര്യങ്ങൾ നമ്മൾ എവിടെ വേണമെങ്കിലും നമുക്ക് സ്വിങ് ഹൈ ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഇതുപോലെ ഫിബിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് എൻട്രി എടുക്കാം. ഇവിടെ നമുക്ക് 61% ഒരു പെർഫെക്റ്റ് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം താഴേക്ക് വരുന്നു. ഇവിടെ നമുക്കൊരു ലോ ആയിട്ടുണ്ട്, പുതിയ ലോ ഇത് ഒരിക്കലും ആയിട്ടില്ല. സ്റ്റിൽ ഈ ഒരു ഫിബ് വാലിഡാണ്. നമ്മൾ നോക്കിയാൽ നേരെ 0.5 വന്നിട്ട് വീണ്ടും ഒരു റിജക്ഷൻ വന്നിട്ടുണ്ട്. സോ നിങ്ങൾ എല്ലായിടത്തും നിങ്ങൾ വരച്ച് നോക്കുക, സ്വിങ് ലോ സ്വിങ് ഹൈ ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. സോ എല്ലാവരും ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ പറയുക, മനസ്സിലാവാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് നേരിട്ടും ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അത്യാവശ്യം നല്ലൊരു കണ്ടൻറ്റ് അടുത്ത വീഡിയോയിൽ വരുന്നുണ്ട്. സോ അതുവരേക്കും ബൈ.